ഈ ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ അവരതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ് പറയും ഓക്കെ നമുക്ക് ഇഷ്ടംപോലെ സപ്ലയേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഏജൻസികളുണ്ട് ആൻഡ് വി ആർ ദ വൺ ടു ചൂസ് ആരെടുക്കണം നമ്മൾ തീരുമാനിക്കും എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി ദറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം തന്നെ ഏതെങ്കിലും ഒരു റിക്വയർമെൻറ്റ് നമ്മൾ മീറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ആ ബ്രാൻഡിൻ്റെ കറക്റ്റായിട്ടുള്ള എക്സ്പോഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ റൈറ്റ് പീപ്പിൾ ആയിരിക്കണം, റൈറ്റ് ക്രിയേറ്റീവ് ആയിരിക്കണം. അപ്പോൾ അതൊരു കുറച്ച് കൂടെ സീരിയസ് ആയ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഫയറിനെ തീരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ മരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റഫ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ളൊരു ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടാണോ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു സ്ട്രാറ്റജിക് സൈഡിൽ കൂടെയാണോ നിങ്ങൾ പോകുന്നത്. ദെൻ യു ഡോണ്ട് വറി അബൌട്ട് ഒരാളല്ലെങ്കിൽ വേറെ ആളുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊരു വർക്ക് ചെയ്ത് ഒരു ക്ലയൻറ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവർ റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം സംഭവം ചിലപ്പോൾ വേറെ ആൾക്കാർ അപ്രൂവ് ചെയ്തേക്കാം, അല്ലെങ്കിൽ അവരെടുത്തേക്കാം. അതൊരു ന്യൂട്രൻസ് ലോത്ത് മാറിയാണ്. എൻജിക്കാൻ ഏതൊരു ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. നമ്മൾ ഒന്നിനെ വേറെ നിലയ്ക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ല. അപ്പോൾ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് പറയുകയാണെങ്കിൽ ക്ലയൻറ്റ് നിങ്ങളുടെ ഒരു നല്ലൊരു വർക്ക്, നിങ്ങൾക്ക് തോന്നിയ നല്ലൊരു വർക്ക് ക്ലയൻറ്റ് റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് സേ ബൈ ടു ദം. ഇത്രയേ ഉള്ളൂ. കാരണം അത് വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് അത് അപ്ലിക്കബിളാണ്. വേറെ ക്ലയൻറ്റിനത് ഇഷ്ടപ്പെടാൻ ഇപ്പോൾ അത് ചിലപ്പോൾ വലിയ ഹിറ്റായി മാറും. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു അപ്പർ ഹാൻഡ് എന്ന് പറയുന്ന ക്ലയൻറ്റിനില്ല. നമ്മളൊരു സപ്ലയർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഒരു വർക്ക് റിജക്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ ആകെ പേടിച്ച് അല്ലാന്നുണ്ടെങ്കിൽ അയ്യോ പോയി ക്ലയൻറ്റ് പോയി എന്നുള്ള അങ്ങനെയല്ല. ആക്ച്വലി ഏജൻസി നല്ലൊരു ഏജൻസി മോഡൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏജൻസി ഈസ് ദ പേഴ്സൺ. അവർക്കാണ്. കാരണം ഒരു ക്ലയൻറ്റിൻ്റെ ഭാഗത്തും അവർക്ക് ദേ ആർ ലൈക്ക് വളരെ കൺഫൈൻഡ് ആണ്. കാരണം അവരൊരു ദിശയിൽ കൂടെ മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഏജൻസി അങ്ങനെയല്ല. ഏജൻസി പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലയൻറ്റും അവരുടെ അവരുടെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ ഇവിടെയുള്ള പോസിറ്റീവ്സ് എന്താണ്, നെഗറ്റീവ്സ് എന്താണ് എന്നൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് അവർ വർക്കിലേക്ക് പോകുന്നത്. ഞാൻ പ്രൊഫഷണൽ ഏജൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ. ദർ ആർ മെത്തേഡ്സ് ലൈക്ക് സോട്ട് അനാലിസിസ് ഉണ്ട്. എന്നുവെച്ചാൽ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഈ ക്ലയൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്താണ്, ഈ ക്ലയൻറ്റ് ഫേസ് ചെയ്യാൻ പോകുന്ന ത്രെട്ട് എന്താണ്. കാരണം പല രീതിയിലാണ് ഇത് പോകുന്നത്. ഒരിക്കലും ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവരെപ്പോഴും ഒരു സക്സസ് ഫാക്ടർ ഫോളോ ചെയ്ത് നോക്കുകയാണ്. ഏജൻസി അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഏജൻസി ചിന്തിക്കുന്നത് വെച്ചാൽ കുറച്ചും കൂടെ ഔട്ട് ഓഫ് ദ ബോക്സ് എങ്ങനെ ഡിഫറെൻ്റ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു മീഡിയോക്രിറ്റി എങ്ങനെ അവോയ്ഡ് ചെയ്യാം. ഒരേപോലത്തെ ആഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നന്നായിട്ട് തോന്നും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദ മാർക്കറ്റ് അത് വളരെ ബോറിംഗ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ള ലെവലായിരിക്കും. ഓക്കെ.